ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. ഒരുപാട് പേര് ഡേ മൈ ലൈഫാണ് ഇഷ്ടം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം എൻ്റെ വീഡിയോസ് ആർക്കെങ്കിലുമൊക്കെ മോട്ടിവേറ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പം മദ്രസിലേക്ക് ഇഷുവിനെ ചെറിയാണ് കേട്ടോ ആക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ വന്നപ്പോൾ ഇതാ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കപ്സൻ്റെ കിറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കപ്സ് ഉണ്ടാക്കാം. പിന്നെ കോഴിമുട്ട ഉണ്ട്, തൈരുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച എല്ലാ പണിയും കഴിഞ്ഞിട്ട് എന്താ പറയുക കുക്കിങ്ങിലേക്ക് ഇറങ്ങാമെന്നുള്ളത് കേട്ടോ. കാരണം ക്ലീനിങ്ങും നമ്മൾ അല്ലറ ചില്ലറ രാവിലത്തെ ആ പണികളൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ തന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അതാണ്. അങ്ങനെ ഇതാ കോഴിമുട്ട കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില നമ്മൾ കുറച്ചായിട്ടോ കൊണ്ടുവന്നിട്ട് അത് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കി വെക്കാൻ നേരം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇതിമെന്ന് ഈ തണ്ടുമെന്ന് ഇതൊക്കെ കൊഴിഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ പിന്നെ വേഗം ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കാലം നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചേ. അങ്ങനെ അതും കൂടിയും ഇതേപോലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് അടിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. മാക്സിമം ഞാൻ എൻ്റെ ഡേ മൈ ലൈഫ് വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒക്കെ ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്ടടയും ഗ്രീൻ പീസിൻ്റെ കറിയാണ്. അതിൻ്റെ കൂടെ കുറച്ച് കുക്കുംബറും കൂടിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം വേഗം ചിക്കൻ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വെക്കട്ടെ. എന്നിട്ട് പിന്നെ അലക്കാനുള്ളതൊക്കെ ഒന്ന് അലക്കണം. ചിക്കൻ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വെച്ചാൽ പിന്നെ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പം ഈസി ആയിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ സ്റ്റൈലിൽ ഞാനെങ്ങനെയാണ് കപ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ള റെസിപ്പി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പം കുറച്ച് അലക്കിയിട്ടതുണ്ടായിരുന്നേ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പുറത്താണ് ഷെഡ് പോലെ ഉണ്ട്, അവിടെ ചിക്കിയിട്ടുമ്പോൾ എങ്ങനെ വെയിൽ തട്ടിയിട്ട് ഉണങ്ങാറുണ്ട് കേട്ടോ. ഇതിപ്പം കുറച്ച് മാത്രമേ ഉള്ളൂ. അത് ഉണങ്ങാത്തതും കൂടി ഞാൻ വെയിലത്തേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പം നിൽക്കുന്ന വീടിൻ്റെ ബേക്ക് വശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. മുറ്റത്ത് നല്ല പോലെ പുല്ലുണ്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് ഒന്നും കൂടി അധികമായിട്ടുണ്ട്. ഞങ്ങൾ വന്ന ഉടനെ തന്നെ ഇവിടെ മൊത്തം ഒന്ന് പുല്ല് ഞങ്ങളോട് കഴിയുന്ന പോലെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പുല്ല് പറിക്കാനുള്ള ആ ഒരു ഇതില്ല കേട്ടോ. ഇൻട്രസ്റ്റ് ഉണ്ടായാൽ ചിലപ്പോൾ ഞാൻ പുല്ലൊക്കെ പറിക്കും. ഇതാ ഞാൻ അലക്കലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അതാ കുക്കിങ്ങിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ അലക്കാനുള്ളതൊക്കെ ഒന്ന് അലക്കിയിട്ടതിന് ശേഷം കുളി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിതാ കപ്സൊക്കെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചൊരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വലിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. കൂടെ ഒരു 3 തക്കാളി ഒന്ന് പേസ്റ്റിന് വേണ്ടിയാണ്. അങ്ങനെ ഞാൻ തൊലി കളഞ്ഞ ആ ഒരു കണ്ടർടോപ്പും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പം ഒന്ന് പേസ്റ്റാക്കി തക്കാളി പേസ്റ്റാക്കി എടുക്കാൻ വെച്ചതിലേക്ക് 3 തക്കാളി അരിഞ്ഞ് കൊടുത്ത് അതിലേക്ക് തന്നെ നേരെ ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ അത് വേറെ ചതക്കേണ്ടിയൊന്നും ആവശ്യം വരുന്നില്ല. ലാസ്റ്റ് 2 വലിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് നീളങ്ങനെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. പച്ചമുളക് കൊണ്ടുവരാൻ ഞാൻ പറയാൻ മറന്നു കേട്ടോ. കാരണം നമ്മൾ തറവാട്ട് പോകുന്ന സമയത്ത് തന്നെ അവിടുന്ന് കാന്താരി മുളക് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഫുള്ള് ഞാൻ അത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ മുളക് വാങ്ങിച്ചൽ കുറവായതുകൊണ്ട് തന്നെ ഇന്ന് മുളകില്ലാത്തതുകൊണ്ട് ഒരു വിഷമം കേട്ടോ. എന്നാലും വേണ്ടില്ല, ഞാൻ മുളകില്ലാതെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഗ്യാസ് അടുപ്പൊന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. കുക്കറിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ കപ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ കുക്കറിലേക്ക് നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഏലക്കായ്, ഗ്രാമ്പൂ, പട്ട ഇതെല്ലാം ആദ്യം തന്നെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സവാള ഒന്ന് നല്ല പോലെ ഒന്ന് ഞൊണ്ടിയെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ ഉപ്പ് ചേർക്കട്ടോ. ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാഗി ക്യൂബ് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കപ്സിൻ്റെ മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആ കപ്സിൻ്റെ കിറ്റിലുള്ളതാണ്. അപ്പോൾ ഞാൻ അരി നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. ലാസ്റ്റ് ഞാൻ തക്കാളി പേസ്റ്റും കൂടി അരിച്ചിട്ട് പാർന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. മുളകും പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് പിന്നെ ചിക്കൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തോനെ ചിക്കൻ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ.
ആദ്യം ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഒരു വിസിലടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിലാവുന്ന വരെ വെയിറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് ബാക്കിയുള്ള ചിക്കനൊക്കെ ഞാൻ ഇതേപോലത്തെ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആകുമ്പോൾ എന്താ സുഖം എന്ന് വെച്ചാൽ കറി വെക്കാൻ വേറെ, ഫ്രൈ ചെയ്യാൻ വേറെ എന്നാക്കി നമ്മൾ വേറെ വേറെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുത്തിട്ട് കുക്ക് ചെയ്യാനും നല്ല ഈസി ആയിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു. ലാസ്റ്റ് ഇതാ അരിയൊന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ കേക്ക് വെക്കണമെന്ന് വിചാരിച്ച് മറന്നുപോയി കേട്ടോ. പിന്നെ അതാ ലാസ്റ്റ് അരിയൊക്കെ നല്ല പോലെ ഒന്ന് കേകി എടുക്കുന്നുണ്ട്. അത് കേകി വെള്ളം ഒന്ന് നമ്മൾ നേരത്തെ കുക്കറിൽ ചിക്കന് വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ വേഗം അരിയൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇതാ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതും കൂടി ഈ ഒരു ഇടയിലൊരു സമയം കിട്ടിയപ്പം അതൊന്ന് കേകി വെക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കില്ലേ കുക്ക് ചെയ്യാനും. നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീർന്നതെന്ന് അറിയുമ്പോൾ തന്നെ ഒരു സമാധാനമായിരിക്കും. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കി വേറെ കുറേ ജോലികൾ ഉണ്ടെന്നുണ്ടാകുമ്പം നമുക്ക് കുക്ക് ചെയ്യാൻ തന്നെ ഒരു മടിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കേട്ടോ. പക്ഷേ രാവിലെ ആയതുകൊണ്ട് നമുക്കത് കഴിയില്ല എന്നുള്ളൂ. അപ്പോഴേക്കും ഇതാ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഓരോ ചിക്കനും ഇതിൽ നിന്ന് കോരിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. ഇത് ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിൽ വേറെ മസാലയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തത്. നമ്മൾ അരിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്രയാണോ അളവെടുത്ത് അതിൻ്റെ 3/4 ഭാഗമൊക്കെ ഒഴിച്ച് അങ്ങനെ റെഡിയാക്കിയാൽ മതി കേട്ടോ. അതിൻ്റെ കണക്ക് നമുക്ക് കറക്റ്റായിട്ട് അറിയണമെന്നേ ഉള്ളൂ. ഞാൻ പിന്നെ എനിക്ക് വ്യക്തമായിട്ടൊരു കണക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത് കേട്ടോ. അങ്ങനെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അരി ഇട്ടതിന് ശേഷം അവിടുന്ന് ഒരു 1.5 വിസിലൊക്കെ അടിച്ചാൽ മതി കേട്ടോ. സത്യം പറഞ്ഞാൽ 1.5 വെച്ചാൽ 2 ആവുന്നതിന് മുമ്പ് ഓഫാക്കിയാൽ മതി, അപ്പോഴേക്കും വെന്ത് വരും. അങ്ങനെ ഇന്ന് ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ചിക്കൻ പൊരിക്കുന്ന സമയത്ത്. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചിക്കനിലൊന്ന് എന്താ പറയുക ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതാ നമ്മൾ നേരത്തെ കോരി മാറ്റിയിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയത് എന്തായാലും ഡിന്നറിന് നമുക്ക് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചിക്കൻ മാത്രം, ഞാനും നീനും ഇഷു മാത്രമാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് 3 മാത്രം ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. എനിക്ക് കുറേ പേര് കമൻറ്റ് അയക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കമൻറ്റും കുറേ കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഉണ്ട് എന്നുള്ളത് ഞാൻ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇമോജി ആയിട്ടൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. എന്നാൽ തന്നെ നമുക്ക് ആരൊക്കെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് അറിയാമല്ലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അങ്ങനെ ഇതാ ഓരോ ഭാഗം ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് പ്രത്യേകമായിട്ട് മസാലയും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്സൊക്കെ ഒരു സൈഡായിട്ടുള്ള ഒരു ഡിഷ് വേണമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന തക്കാളി സോസ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. നമുക്ക് എന്താ കപ്സൊക്കെ കൂട്ടാൻ പറ്റിയേ. അപ്പോൾ ഞാൻ ആദ്യം ഒരു 2 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാന്താരി മുളകും പിന്നെ ഇതാ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഓവറായിട്ട് പേസ്റ്റ് ആവണമെന്നില്ല കേട്ടോ. ഞാൻ നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഇത് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് വീണ്ടും ഇതിലേക്ക് തന്നെ പാർന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ കപ്സക്ക് ഒരു സൈഡായിട്ടുള്ള ഒരു ഡിഷ് കിട്ടും കേട്ടോ. ഇതാ ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാനും മക്കളും കൂടി ഒരുമിച്ചിരുന്നിട്ട് ചൂടോട് കൂടിയിട്ട് കപ്സ കഴിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.